ഇതുകൊണ്ട് ഈ ഒരു സീല് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. ഈ ഒരു സീലുണ്ട്, ജസ്റ്റ് ഈ ഒരു സീല് പോയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് മിസ്സിങ് വരും. പിന്നെ സ്പാർക്ക് പ്ലഗ് പോവും, അതിന്റെ ഇഗ്നിഷൻ കോയിൽ പോവും ഈ ഒരു സീല് കൊണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ മിസ്സിങ് എങ്ങനെ വരുന്നെങ്കിൽ അറിയണ്ടേ? ഈ ഒരു സീൽ കേട്ടോ, ഈ ഒരു ചെറിയ സീല് പോയി കഴിഞ്ഞാൽ ആ മിസ്സിങ് കാര്യങ്ങൾ വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഇഗ്നിഷൻ കോയിലൊക്കെ പോയി കഴിഞ്ഞാൽ മരത്തിന്റെ ഇഗ്നിഷൻ കോയിലിന് വരുന്നത് 1200, ഒരെണ്ണത്തിന് 1200 വരുന്നുണ്ടോ. അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ ആ ഇഗ്നിഷൻ കോയിൽ പോയി കഴിഞ്ഞാൽ അത്രയും രൂപ കൊടുക്കും. ഇതിന്റെ റേറ്റ് വരുന്നത് 30-40 രൂപ ഉള്ളൂ കേട്ടോ. ഇതിന് ഇത് എവിടെ വരുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളെ സ്പാർക്ക് പ്ലഗ് ഇല്ലേ, സ്പാർക്ക് പ്ലഗിന്റെ ഉള്ളിലേക്ക് ഓയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഒരു സീലാണ് ഈ സീല്. അപ്പൊ നമ്മൾ വാൽക്കർ ലീക്ക് ആയി കഴിഞ്ഞാൽ അതായത് സ്വിഫ്റ്റ് പഴയ മോഡല് മറ്റേ ഈക്കോ ഒക്കെ ഉണ്ടല്ലോ, ഈക്കോക്ക് ഈ സീല് വരുന്നുണ്ട്, സ്വിഫ്റ്റ് പഴയ മോഡലിന് ഈ സീല് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വാൽക്കർ മാറ്റുന്ന സമയത്ത് ഈ ഒരു സീലും കൂടി മാറ്റി വിടണം. അതായത് വാൽക്കർ മാത്രമായിട്ട് മാറുന്നത് ഈ ഒരു സീലും കൂടി മാറ്റി വിടണം. ഇതൊരു റബ്ബറിന്റെ സീലാണ്. ഇത് കുറെ ചൂടായി കഴിഞ്ഞാൽ ഹാർഡാവും. പിന്നെ ആ സീറ്റിംഗിൽ വ്യത്യാസം വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഇറങ്ങിയിട്ട് സ്പാർക്ക് പ്ലഗിന്റെ ഉള്ളിൽ കയറണം. അങ്ങനെ അവിടെ ഓയിൽ തളം കിട്ടും. എന്നിട്ട് അത് ഇഗ്നിഷൻ കോയിലൊക്കെ ഷോർട്ട് ആവാനുള്ള സാധ്യത വരും. ഇഗ്നിഷൻ കോയിൽ ഷോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കോയിൽ മാറേണ്ടി വരും. അതിനൊരു 1200-1300 റേഞ്ചിലൊക്കെ വരും, മാറേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മളെ വാൽക്കവർ അയക്കുന്ന സമയത്ത് ഈ ഒരു സീലും കൂടി മാറാം. ഞാൻ വീഡിയോയിൽ ഇട്ടേക്കട്ടോ. അതായത് വാൽക്കവർ അയക്കുന്ന സമയത്ത് ഈ സീൽ എവിടെ വരുന്നത് കാര്യങ്ങളൊക്കെ. ഇതിന് ഒരെണ്ണത്തിന് 30 രൂപ 30-40 അങ്ങനെ ഉണ്ടോ വില വരുന്നത്. അപ്പൊ ചില ആൾക്കാർ വാൽക്കവർ മാറുന്ന സമയത്ത് ഈ ഒരു സാധനം മാറില്ല, അത് മറന്നു പോകും. അപ്പൊ എപ്പോഴും വാൽക്കവർ മാറുന്ന സമയത്ത് ഈ ഒരു സീലും കൂടി മാറും. അപ്പൊ ഞാനൊരു ഈക്കോന്റെ അയച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ വെച്ചാൽ അത് എവിടെ ഇരിക്കുന്നത്, അത് ഇതിന് ഹാർഡായി കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇത് റബ്ബറാണല്ലോ, ചൂടായി കഴിഞ്ഞാൽ ഇത് കുറെ ചൂടായി കഴിഞ്ഞാൽ ഹാർഡാവും. ഹാർഡായി കഴിഞ്ഞാൽ ഈ സീറ്റിങ്ങിൽ വ്യത്യാസം വരും. പിന്നെ രണ്ടാമത് ഇത് മാറാതെ രണ്ടാമത് ഫിറ്റ് കഴിഞ്ഞാൽ അതിൽ ഓയിൽ ഇറങ്ങും കേട്ടോ. അപ്പൊ എപ്പോഴും ഇത് ശ്രദ്ധിക്കാം. അപ്പൊ ഈ മോഡൽ വാൽക്കവറിന്റെ ഇതിനകത്താണ് ഈ ഒരു സീല് വരുന്നത് കേട്ടോ. ഇത് പഴയ മോഡൽ സ്വിഫ്റ്റ് ഈക്കോ, അതിനകത്ത് ഈ ഒരു സീല് വരുന്നുണ്ട്. ഇതിപ്പോൾ ഈക്കോന്റെ വാൽക്കവറാണ്. ആ ഹോൾ കണ്ടല്ലോ, അതിനകത്തേക്കാണ് ഓയിൽ ഇറങ്ങുക. അതിനകത്താണ് സ്പാർക്ക് പ്ലഗ്, ഇഗ്നിഷൻ ഓയിൽ അതിൻ്റെ മുകളിലായിരിക്കുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ ഈ ഇഗ്നിഷൻ ഓയിൽ ഫുൾ ഓയിലായിട്ടുള്ളതാണ്. ഈ ഇഗ്നിഷൻ ഓയിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഓയിൽ നല്ലപോലെ ഇറങ്ങിയിട്ടാണ് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുള്ളത്. നമുക്ക് ഈ ഇഗ്നിഷൻ ഓയിൽ മാറണം, അതുപോലെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ മാറണം, വാൽക്കവറിൻ്റെ പാക്കിങ് മാറണം, ഈ സീലും കാര്യങ്ങളൊക്കെ മാറണം. അതാ വാൽക്കവർ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന പാക്കിംഗ് ആണ്, ആ സീലാണ്. ഇത് 4 എണ്ണം റൗണ്ടുള്ള സീലാണ്. ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഇറങ്ങാതിരിക്കാനുള്ള സീലാണ് ഈ 4 എണ്ണം. അപ്പോൾ ഈ സീലും കാര്യങ്ങളൊക്കെ മാറണം. വാൽക്കവറിൻ്റെ പാക്കിങ് മാറുമ്പോൾ ഇത് മസ്റ്റായിട്ട് മാറിക്കൊടുക്കണം കേട്ടോ. അതൊരു കോംപ്രമൈസും ചെയ്തല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെ അങ്ങനെ പ്ലഗിൻ്റെ ഉള്ളിലേക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സീലും കാര്യങ്ങളൊക്കെ മാറണം. അതിൻ്റെ ഒപ്പം വാൽക്കവർ മാറുമ്പോൾ മസ്റ്റായിട്ട് ഒരിക്കലും മറക്കരുത് ആ സീല് മാറാൻ കേട്ടോ. അതിന് വലിയ കാശൊന്നുമില്ല, എപ്പോഴും അത് മാറിക്കൊടുക്കണം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം.